നമ്മുടെ അടുത്ത സബ്ജക്റ്റ്, അടുത്ത വിഷയം ഏറ്റവും കൂടുതൽ ആൾക്കാർ കുഞ്ഞുങ്ങളെ എങ്ങനെ പരിപാലിക്കുക എന്നുള്ളതാണ്. ബീറ്റാസിന്റെ കുഞ്ഞുങ്ങളെ. അപ്പോൾ ഞാൻ പറയുന്നതെല്ലാം നമ്മൾ ബൾക്കായിട്ട് ചെയ്യുമ്പോൾ ഏത് രീതിയിൽ ഇതിനെ പരിപാലിക്കുക എന്നുള്ള രീതിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ചെയ്തു വരുന്ന രീതി. ഒത്തിരി ബ്രീഡേഴ്സ് കേരളത്തിലുണ്ട്, പലരും പല രീതിയാണ് അവലംബിക്കുന്നത്. എങ്കിലും ബൾക്ക് പ്രൊഡക്ഷനിൽ ഞാൻ ചെയ്യുന്ന രീതിയായി പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളൊരു വേണ്ട ഒരു കോയി പ്ലക്കാട് ബ്രീഡായി കുഞ്ഞുങ്ങളായിട്ട് കിടക്കുക. അപ്പോൾ ഇന്ന് ഒരു ബ്രീഡായിട്ട് 4 ദിവസമായി. ഇതുവരെ പാരാമീസിയം ഇൻഫ്യൂസോറിയ ഒന്നും ഞാനിതുവരെ കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇതിന്റെ സ്റ്റാർട്ടിങ്, ഇതിന്റെ കെയർ നമ്മൾ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് ഈ പേരന്റ് മെയിലിനെ ഇതിൽ നിന്ന് മാറ്റുക. ഇതിനെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, എല്ലാവരും ചെയ്യുന്ന തൊട്ട് ചെറിയൊരു ബോട്ടിലോട്ട് പോകാതെ കുറഞ്ഞ ഈ ഒരു വലുപ്പമുള്ള ഒരു 2 ലിറ്ററിന്റെ ബോട്ടിലേക്ക് എപ്പോഴും പേരൻസിനെ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. അത് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും വലിയ ബോട്ടിലുകൾ മാത്രം ഉപയോഗിക്കുക. അപ്പോൾ അവർക്കും സൗകര്യം, നമുക്കും സൗകര്യം. അതായത് അവർക്ക് കുറച്ച് വിശാലമായിട്ട് ഇതിൽ നീന്താം. കൂടുതൽ ടെമ്പറേച്ചർ വേരിയേഷൻ ഇതിനകത്തോട്ട് വരത്തില്ല. ചെറിയ ബോട്ടിലുകളിൽ ഇപ്പോൾ ചൂടുള്ള സമയം, തണുപ്പ് കൂടിയ സമയം, അപ്പോൾ പുറത്തുള്ള ഒരു അന്തരീക്ഷത്തിന്റെ അവസ്ഥ, ആ ടെമ്പറേച്ചർ പെട്ടെന്ന് ഇതിലോട്ട് ബാധിക്കും ചെറിയ ബോട്ടിലുകൾ വരുമ്പോൾ. അപ്പോൾ ഇതിലും വലിയ ഒരു 5 ലിറ്റർ ബോട്ടിൽ സൂക്ഷിക്കാൻ പറ്റുന്നെങ്കിൽ ആ 5 ലിറ്റർ ബോട്ടിൽ സൂക്ഷിക്കാം. അപ്പോൾ പേരന്റിനെ നമ്മൾ ഇതിലോട്ട് മാറ്റി. അപ്പോൾ അങ്ങനെ ഇപ്പം ബ്രീഡായി കിടക്കുന്ന കുറച്ച് സാധനങ്ങളെന്ന് പറയുന്നത്, ഇപ്പം ഈ ഒരു കോഴിയുണ്ട്, വൈറ്റ് പെയർ ബ്രീഡായി കിടപ്പുണ്ട്. വൈറ്റ് അതിപ്പം 2 ദിവസം ആയതേ ഉള്ളൂ. കുഞ്ഞുങ്ങൾ വളരെ വളരെ ചെറുതാണ്. ഒന്ന് നീന്തി തുടങ്ങുന്നതേ ഉള്ളൂ. ഈ കുഞ്ഞുങ്ങൾ പലയിടത്തും ഇങ്ങനെ വട്ടവിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനെ ഞാൻ ഇന്ന് തന്നെ മാറ്റുക. 2 ദിവസം ആയതിനെ തന്നെ മാറ്റുക. അല്ല, ഈ മെയിലിനെ എടുത്തു. ഈ മെയിലിനെ കെയറിങ്ങിന് വേണ്ടി വീണ്ടും വലിയ ബോട്ടിലിൽ തന്നെ വിടുക. അപ്പം എല്ലാ ബ്രീഡേഴ്സും ചെയ്യേണ്ട ഒരു കാര്യം, അപ്പോൾ ഒരു തുടക്കക്കാർ ആദ്യം തൊട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു രീതി ഇത് തന്നെ. അതായത് ബ്രൂഡിനെ കൂടുതൽ വെള്ളത്തിൽ തന്നെ എപ്പോഴും സൂക്ഷിക്കുക. അപ്പോൾ ഇവരെ ബോട്ടിൽ ചെയ്ത് അതിനകത്ത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. ഇവിടുത്തെ വെള്ളത്തിൽ ഉപ്പ് ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ വെള്ളം ഞാനെല്ലാം കുളത്തിൽ നിന്ന് എടുക്കുന്ന വെള്ളമാണ്. ആ വെള്ളമെല്ലാം 100% കണ്ടീഷനാണ്. എന്നെ ഇതുവരെ ചതിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ അധികം ചില ബാച്ചുകളിൽ ഉപ്പ് ആഡ് ചെയ്യാറില്ല. അപ്പോൾ അതുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ബ്രീഡായി കിടക്കുന്നത് ബ്ലാക്കാണ്. ബ്ലാക്ക് കണ്ട, ബ്ലാക്ക്, പ്യൂർ ബ്ലാക്ക്. അയാളും ബ്രീഡായി നിൽക്കുക. കുഞ്ഞുങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓടുന്നതേ ഉള്ളൂ. വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ്, കാണാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ അയാളെ നമ്മൾ എടുത്ത് മാറ്റുക. അപ്പോൾ അയാളെ നമ്മൾ ഏകദേശം വലിയൊരു മുട്ടായി കുപ്പിയിലോട്ട് മാറ്റി. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവർക്കും ഇതിൽ വാട്ടർ ചേഞ്ച് എന്ന് പറയുന്ന വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാവരും ചോദിക്കും എങ്ങനെ കുഞ്ഞുങ്ങളുടെ വെള്ളം മാറ്റുമെന്ന്. അപ്പം വെള്ളം നമുക്ക് വളരെ നിസ്സാരമായിട്ട് മാറ്റാതെ തന്നെ മാറ്റാം. ആ ഒരു ടെക്നിക്കും കൂടെ ഞാൻ കാണിച്ചു തരാം. ഒന്നുമില്ല, വളരെ നിസ്സാരമാണ്. ആ സാധനം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, എനിക്കിനി ഒരു ബ്ലാക്കും കൂടെ ഉണ്ട്, അവനെയും കൂടെ ഒന്ന് സേഫ് ആക്കണം. ഉണ്ടോ, നല്ല ബ്ലാക്കാണ്. ഞാൻ ഈ ബ്ലാക്ക് എടുത്തത് നമ്മുടെ പരവൂരുള്ള സെമീർ എന്ന് പറയുന്നൊരു ബ്രീഡറുണ്ട്. പുള്ളിയുടെ കയ്യിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് ഇതിന്റെ പേര് മേടിച്ചത്. പക്ഷെ അദ്ദേഹം നല്ല ക്വാളിറ്റി ഉള്ള സാധനം എനിക്ക് അയച്ചു തന്നു. പക്ഷെ ഞാൻ വീണ്ടും അതിനെ ഒരു 15 ദിവസത്തോളം എൻ്റെ രീതിയിൽ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്. അതൊരു ബ്രീഡറുടെ കടമയാണ്. പക്ഷെ അദ്ദേഹം നല്ല സാധനങ്ങൾ തന്നെയാണ് എനിക്ക് അയച്ചു തന്നത്. ഷമീർ അദ്ദേഹം കോളേജ് അധ്യാപനാണെന്ന് തോന്നുന്നു. കൂടുതൽ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല പുള്ളിയെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ നമ്മളിവിടെ കീപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുഞ്ഞുങ്ങളെ എല്ലാം തന്നെ ഈ ഓപ്പൺ എയറിൽ തന്നെ കീപ്പ് ചെയ്യുന്നത്. ഇവിടെ ഓപ്പൺ എയർ എന്ന് തന്നെ പറയാം. ഇതൊരു 50%, 50% മാത്രം ഉള്ള ഒരു ഗ്രീൻ നെറ്റായി കാണുന്നത്. ഇതിൽ കൂടെ നല്ലൊരു ശതമാനം വെളിച്ചം, അതായത് ചൂടും മഴയും എല്ലാം ഈ ടാങ്കുകൾക്കകത്തും ഇവിടെ നമ്മളിരിക്കുന്ന സ്ഥലത്തും എല്ലാം വീഴും. ഈ സെയിം സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ സൂക്ഷിക്കുന്നത്. ഏകദേശം 15 ദിവസത്തോളം ഇനിയും ഇവിടെ തന്നെ ആയിരിക്കും. ഇവർക്ക് ഇനിയിപ്പോൾ ഒരു 2 ദിവസം കൂടെ തീറ്റകൾ കൊടുക്കത്തില്ല. തീറ്റകൾ ഇൻഫ്യൂസോറിയ പാരാമീസിയം ഇതൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. പകരം ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ കുളവാഴയാണ്. ഇവിടെ എപ്പോഴും കണ്ടീഷൻ ചെയ്ത കുളവാഴ ഉണ്ട്. ഈ കുളവാഴ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ കുളവാഴയുടെ വേരിൽ ഈ പറയുന്ന
ഞാൻ 1-2 വട്ടം നമ്മുടെ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയിട്ടുണ്ട് ഇതിലെ വെള്ളം. ഇൻഫ്യൂസോറിയ പാരാമീസിയോ അല്ലാതെ എന്താണെന്ന് എനിക്കറിയത്തില്ല, സൂക്ഷ്മമായിട്ടുള്ള ഒത്തിരി ജീവികൾ ധാരാളമായിട്ട് ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ അതൊരെണ്ണം ഇതിനകത്ത് ഇട്ട് കൊടുക്കും. അങ്ങനെ നമ്മുടെ എല്ലാ ടാങ്കുകളിലേക്കും എല്ലാ ഇതിലേക്കും അവരെ വിട്ടു കൊടുക്കും. അതിലിട്ട് ഇവിടെ എല്ലാം ഉണ്ട്. ഈ ഒരു കുളവാഴ മാത്രമാണ് നമ്മുടെ 4-5 ദിവസത്തേക്ക് ആർട്ടിമിയ സ്റ്റേജിന് മുമ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്ന സാധനം. കണ്ടല്ലോ, ഈ സാധനത്തിന് ഇതിനകത്തിട്ടിരിക്കും. ഇനി ഒരു 4 ദിവസം 5 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ആർട്ടിമിയ തുടങ്ങത്തുള്ളൂ. അപ്പോൾ അതുവരെ അവർക്ക് കഴിക്കാൻ വേണ്ട സാധനങ്ങളെല്ലാം ഇതിനകത്ത് ഉണ്ട്. അപ്പം നമ്മുടെ ബീറ്റ കെയറാണ്. ബീറ്റ കുഞ്ഞുങ്ങളുടെ കെയറിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇതിലൊരു ചെറിയ രീതിയിൽ കല്ലുപ്പ് ആഡ് ചെയ്യാം. കല്ലുപ്പ് കൂടി ഇരിപ്പുണ്ട്. അപ്പൊ ചെറിയൊരളവിൽ കണ്ടല്ലോ, ഇതൊരു 2-2.5 ലിറ്ററോളം വെള്ളവും ഉണ്ട്. അപ്പോൾ അതിലേക്ക് ചെറിയ അളവിൽ ഈ അളവിൽ കല്ലുപ്പ് ആഡ് ചെയ്യാം. ഇതാണ് സംഭവം. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ബൾക്ക് പ്രൊഡക്ഷനകത്ത് ബീറ്റാസിന്റെ കുഞ്ഞുങ്ങളെ കീപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് ഒരെണ്ണം പോലും ഡാമേജ് ഉണ്ടാകാറില്ല. ഈ ഒരു ഡാമേജുകളൊന്നും ഉണ്ടായി കണ്ടിട്ടില്ല.